റിവ്യൂ ബോംബിംഗ് തടയുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ നൽകി. സിനിമ റിലീസ് ചെയ്ത് ആദ്യ 48 മണിക്കൂറിൽ ഫിലിം റിവ്യൂ എന്ന പേരിലുള്ള വിലയിരുത്തലുകൾ വ്ളോഗർമാർ ഒഴിവാക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം. വിവാദങ്ങൾ ഉണ്ടാക്കി ക്ലിക്ക് ബൈറ്റ് വർദ്ധിപ്പിക്കാൻ ആയിരിക്കരുത് റിവ്യൂ എന്നും അമിക്കസ് ക്യൂറി ശ്യാം പത്മൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. റിലീസിംഗ് തീയതികളിൽ നെഗറ്റീവ് റിപ്പോർട്ടുകൾ നൽകുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ആരോമലിന്റെ ആദ്യ പ്രണയം എന്ന സിനിമയുടെ സംവിധായകൻ മുബീൻ റൌഫ് നൽകിയ ഹർജിയിലാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അറിയിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചു. നെഗറ്റീവ് റിവ്യൂ വന്നിട്ടും അടുത്തിടെ ചില സിനിമകൾ വിജയിച്ചെന്നും സിനിമയെക്കുറിച്ചുള്ള മോശം അഭിപ്രായങ്ങൾ ജനങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ടെന്ന് അറിയില്ലെന്നും കോടതി പറഞ്ഞു. ഇത്തരം നെഗറ്റീവ് കമന്റുകൾ പലതും വ്യാജമായി ചമച്ചുണ്ടാക്കിയതോ ചില ലക്ഷ്യത്തോടുകൂടി ഉള്ളതോ ആണെന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും കോടതി അഭിപ്രായപ്പെട്ടു. സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും അഭിനേതാക്കളെയും പരസ്യമായി അപമാനിക്കുന്ന രീതിയിൽ വ്ളോഗർമാർ റിവ്യൂ പറയാറുണ്ടെങ്കിലും ഇതുവഴി അവരുടെ ശ്രമങ്ങളെ മാത്രമല്ല കലാപരമായ സത്യസന്ധതയെയും കരിവാരി തേക്കുകയാണെന്നും റിപ്പോർട്ട് പറയുന്നു. പ്രതിഫലത്തിനു വേണ്ടി റിവ്യൂ ചെയ്യുന്നവർ പണം നൽകാൻ തയ്യാറാകാത്തവർക്കെതിരെ നെഗറ്റീവ് റിവ്യൂ ചെയ്യുന്നുണ്ട്. എന്നാൽ നിലവിൽ ഇതിൽ FIR രജിസ്റ്റർ ചെയ്യാൻ പരിമിതിയുണ്ട്. ഇത് ഭീഷണിപ്പെടുത്തി പണം വാങ്ങൽ, ബ്ലാക്ക്മെയിലിംഗ് തുടങ്ങിയവയുടെ പരിധിയിൽ വരാത്തതാണ് കാരണം. പരാതി നൽകാൻ സൈബർ സെല്ലിൽ പ്രത്യേക പോർട്ടൽ വേണം. എല്ലാ റിവ്യൂ സൈറ്റുകളും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നിലവാരം പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. ഡിജിറ്റൽ മീഡിയ എത്തിക് കോഡ് ഓഫ് റൂൾസ് ലംഘിച്ചാൽ ഉടനെ നടപടിയെടുക്കണം. റിവ്യൂ ബോംബിങ്ങിനെതിരെ IPC, IT, കോപ്പിറൈറ്റ് നിയമങ്ങൾ പ്രകാരം നടപടി സ്വീകരിക്കാമെന്നും അമിക്കസ് ക്യൂറി നിർദ്ദേശം നൽകി. അപമാനിക്കുന്ന ഭാഷ, നടീനടന്മാർക്കും സിനിമയ്ക്കും പിന്നിലുള്ളവർക്കുമെതിരെ വ്യക്തിപരമായ ആക്രമണം, അപകീർത്തികരമായ പരാമർശങ്ങൾ തുടങ്ങിയവ തടയണം. സിനിമയെ വലിച്ചുകീറുന്നതിന് പകരം ക്രിയാത്മകമായി വിമർശനം നടത്തണം. സിനിമയുടെ കഥ, കഥാപാത്രത്തിന്റെ വികസനം, ഛായാഗ്രഹണം, ശബ്ദ സംവിധാനം തുടങ്ങിയവയെ കേന്ദ്രീകരിച്ച് വേണം അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ. ഭാവിയിൽ സംവിധായകർക്ക് അവരുടെ സൃഷ്ടി മെച്ചപ്പെടുത്താൻ ഉൾക്കാഴ്ച നൽകുന്ന അഭിപ്രായങ്ങളാണ് വേണ്ടത്. റിവ്യൂ എന്ന പേരിൽ സിനിമയുടെ കഥ മുഴുവൻ പറയരുത്. വസ്തുതകൾ കൃത്യമായിരിക്കണം. പ്രേക്ഷകരെ വഴിതെറ്റിക്കും വിധം അഭിപ്രായം പറയരുത്. റിവ്യൂകൾ സിനിമയെ ബാധിക്കുമെന്ന ബോധം വേണം. നിയമപരവും ധാർമ്മികവുമായ നിലവാരം കാത്തുസൂക്ഷിക്കണം. അവതരണത്തിലും പ്രൊഫഷണലിസം ഉണ്ടാകണം. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ഉൾപ്പെടെ സംബന്ധിച്ചുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം തുടങ്ങിയവയാണ് അമിക്കസ് ക്യൂറിയുടെ പ്രധാന മാർഗനിർദ്ദേശങ്ങൾ.